അന്ധതയെ തോൽപ്പിച്ച് ജാസ്മിൻ 7 ലക്ഷം ഉണ്ണിയപ്പം ഒരുക്കുന്ന തിരക്കിലാണ്. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് കൊടിയേറുന്നത് മുതൽ പ്രധാന തിരുനാളായ 28 വരെ കബറിട പള്ളിയിലേക്ക് 5000 കിലോ ഉണ്ണിയപ്പമാണ് തയ്യാറാക്കുന്നത്. ഇരുൾ നിറഞ്ഞ ലോകത്തിരുന്ന് രുചിയപ്പത്തിന് ജാസ്മിൻ കുഴയ്ക്കുന്ന മാവ് ചുട്ടെടുക്കാൻ പാചകപ്പുരയിൽ 30 വനിതാ ജീവനക്കാരുണ്ട്. തൊടുപുഴയ്ക്ക് സമീപം തുടങ്ങനാട്ട് വിച്ചാട്ട് അജിയുടെ ഭാര്യ 53-കാരിയായ ജാസ്മിൻ്റെ കണ്ണുകളിൽ ഇരുൾ പടരാൻ തുടങ്ങിയിട്ട് 20 വർഷത്തോളമായി. സഹനം ഒരു ബലിയും ജീവിതം വെല്ലുവിളിയുമാക്കിയ ജാസ്മിൻ്റെ അതിജീവന ജോലിയാണ് പലഹാര നിർമ്മാണം. എൻ്റെ പേര് ജാസ്മിൻ അജീന്നാണ്. വീട്ടുപേര് വിച്ചാട്ട്. തൊടുപുഴയ്ക്കടുത്ത് മുട്ടത്തിനടുത്ത് തുടങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു മോനാണ് ഉള്ളത്, അഖിൽ, അപ്പു എന്ന് വിളിക്കും. ഞങ്ങൾക്ക് അപ്പൂസ് ഫുഡ്സ് എന്ന പേരിലൊരു യൂണിറ്റ് നമ്മൾ വീടിനോട് ചേർന്ന് നടത്തുന്നുണ്ട്. അത് തുടങ്ങാൻ കാരണമായത് ഞങ്ങൾക്ക് ഒരു മോനുണ്ടായി കഴിഞ്ഞപ്പോൾ അവന് സെർബിൾ പൾസി എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അവൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് ഞങ്ങൾ ചെന്നൈയിൽ 1.5 വർഷത്തോളം താമസിച്ചു. ആ സമയത്ത് ഞങ്ങൾ എല്ലാ വർഷവും വേളാങ്കണ്ണി പള്ളി പോകുമായിരുന്നു. അവിടെ വെച്ച് ഒരച്ഛനുമായിട്ട് സംസാരിക്കാൻ ഇടയായതാണ്. എനിക്ക് ആ സമയത്ത് എൻ്റെ കണ്ണിനും നേർവിന് ചെറിയ പ്രശ്നം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന ഒരു അസുഖമായിരുന്നു. അതിന് നേർവ് വീക്കായി കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു വരാനുള്ള സാധ്യതയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ കണ്ണിന്റെ അസുഖം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മോന്റെ അസുഖം കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിനൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ വേളാങ്കണ്ണി പള്ളി വെച്ച് ഒരു അച്ഛനുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ അച്ഛനാണ് പറഞ്ഞത്, എന്തെങ്കിലും ഒരു സംരംഭം ചെറുതായിട്ട് വീട്ടിൽ തുടങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ മനസ്സിന് സങ്കടം വരാതെ എപ്പോഴും എന്തെങ്കിലും ജോലി വ്യാപൃതയായിട്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം 2005 ഞാൻ ആദ്യമായിട്ട് കുറച്ച് നെയ്യപ്പം വീട്ടിലുണ്ടാക്കിയത്. വീട്ടിലുണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞ് അങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാരണമായത്. ഹസ്ബൻഡും അമ്മയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാരണമായത്. അതിനുശേഷം 2005 ആരംഭിച്ചു. പിന്നെ ചെറിയതായിട്ട് തുടങ്ങി വന്നു. 2009 ആയപ്പോഴത്തേക്ക് ഭരണങ്ങാനത്ത് പള്ളിയിലോട്ട് അൽഫോൻസാമ വിശുദ്ധയായ ആദ്യത്തെ തിരുനാൾ തുടങ്ങി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭരണങ്ങാനം എന്ന് പറഞ്ഞ ഭരണങ്ങാനത്ത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഒത്തിരി പള്ളികളിലോട്ടുള്ള ഓർഡറുകളെല്ലാം വന്നത്. എനിക്ക് അൽഫോൻസാമയുടെ ഒരു പ്രത്യേക ഇഷ്ടം ഒത്തിരി ഉണ്ട്. കാരണം ഞങ്ങളുടെ ഈ വീട് പുതിയതായിട്ട് 2006 ഈ വീട് വെച്ചത്. ആ വീട് വെക്കാൻ നേരം ഇവിടെ ആദ്യം മണ്ണ് മാറ്റി, ഇപ്പം ഞാനും അജിയും കൂടെ ഇവിടെ കയറി വന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അൽഫോൻസാമയുടെ മധ്യസ്ഥ പ്രാർത്ഥന നൊവേന ചൊല്ലി ആണ് അന്ന് ആദ്യമായിട്ട് ഞങ്ങൾ മണ്ണ് മാറ്റി ആരംഭിച്ചത്. അന്ന് മുതൽ മുടങ്ങാതെ ഇന്ന് വരെ നമ്മൾ അൽഫോൻസാമയുടെ നൊവേന ചെല്ലുന്നുണ്ട്. അപ്പോൾ 2009 വിശുദ്ധയായപ്പം തുടങ്ങി നമ്മൾ അവിടെ തിരുനാളിന് നെയ്യപ്പം കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും അൽഫോൻസാമയുടെ അനുഗ്രഹം, കാരണം അൽഫോൻസാമ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുന്നതാണ് ഇതിനെല്ലാം കാരണമായത്. 2008 എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ തുടങ്ങിയായിരുന്നു. 2011 കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഇപ്പം 14 വർഷമായി കാഴ്ച നഷ്ടപ്പെട്ടിട്ട്. എങ്കിലും എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നപ്പോൾ ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ ആരംഭിച്ച് കുറച്ച് ഒരു 5-6 സ്റ്റാഫ് ആദ്യം വന്നവരെയൊക്കെ ഞാനാണ് പഠിപ്പിച്ചതും ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 2008 തുടങ്ങിയാണ് സ്റ്റൗവിൻ്റെ അടുത്തുനിന്ന് മാറിയത്. പക്ഷേ എപ്പോഴും ഇവരുടെ കൂടെ തന്നെയുണ്ട്. മാവ് ഫുൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് എപ്പോഴും റെഡിയാക്കി കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ മുന്നോട്ട് ജോലി വ്യാപൃതയായി നടക്കുന്നതുകൊണ്ട് മോൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും അത്യാവശ്യം അടുക്കളയിലെ കാര്യങ്ങളും എല്ലാം ചെയ്യാൻ സാധിക്കും. കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പം തുടങ്ങി ഞാൻ എല്ലാം തനിയെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എല്ലാ അടുക്കളയിലെ കാര്യങ്ങളും അത്യാവശ്യം എല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഭരണങ്ങാനത്തെ ആദ്യമായിരുന്ന റെക്ടർ അച്ഛനാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഓർഡർ, അവിടുത്തെ സ്ഥിരം കൊടുക്കാനായിട്ടുള്ള ഓർഡർ തരുന്നത്. അത് ഇന്ന് വരെ ഒത്തിരി പള്ളികളിലോട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിൽ ഒരു 80% മുകളിലും പല പള്ളികളിലോട്ടാണ് കൊടുക്കുന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം ഒത്തിരി പേർക്ക് വിശുദ്ധരായവർക്ക് നേർച്ചയപ്പം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്കും എൻ്റെ കൂടെയുള്ള ഇപ്പം 30ഓളം സ്റ്റാഫാണ് ഇപ്പോൾ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തിരുനാളിനാണ് ഇത്രയും പേര് പണിയുന്നത്. 5000 കിലോ നെയ്യപ്പം ഏകദേശം ഒരു 7 ലക്ഷത്തോളം അപ്പമാണ് സാധാരണ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ ഇച്ചിരി വേരിയേഷൻ വരും, മഴയുടെയും തിരക്കിൻ്റെയും ഇതൊക്കെ അനുസരിച്ച് കുറച്ച്, എന്നാലും മാത്രമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 500-550 കിലോയുടെ ഇടയ്ക്കാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. അത് പണിയാനായിട്ട് ഒരു 30 സ്റ്റാഫാണ് നമുക്കുള്ളത്.
പിന്നെ രാവിലെ തുടങ്ങുമ്പം തന്നെ ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് ആ തിരി സ്റ്റൗവെ കൊളുത്തിയാണ് ആദ്യം സ്റ്റൗ ഓൺ ആക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി, അൽഫോൻസാമ്മയുടെ നൊവേന ചൊല്ലി, വേറെ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, അതിനുശേഷം സ്റ്റാഫ് എല്ലാവരുടെ കൊന്ത ചൊല്ലും. കൊന്ത ചൊല്ലിയാണ് ഈ നെയ്യപ്പം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഒരു പെരുന്നാൾ പോലെ തന്നെ ആഘോഷമായിട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഉണ്ടാക്കുന്നതെല്ലാം. നേർച്ചയപ്പം ഉണ്ടാക്കുമ്പം നമ്മുടെ എല്ലാം മനസ്സിലായി ഇത് വാങ്ങുന്നവർക്കെല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് ആശ്വാസമായിട്ട് ഇത് മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ സ്റ്റാഫിന് എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ അല്ലാതെ കടകളിൽ കൊടുക്കുന്നതിനപ്പുറം ഇങ്ങനെ ഒരു നേർച്ചയപ്പം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഈ ജന്മത്തിലെ വലിയൊരു പുണ്യമായിട്ടാണ് ഞങ്ങളത് എല്ലാവരും അതിനെ കാണുന്നത്. അതുപോലെ ആ ദൈവത്തിന്റെ അനുഗ്രഹവും അൽഫോൻസാമ്മയുടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എല്ലാ വിശുദ്ധന്മാരും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരും മുന്നോട്ട് നല്ലൊരു ഉയർച്ചയ്ക്ക് ഞങ്ങളെ പോലെ തന്നെ നമ്മുടെ സ്റ്റാഫിന് നല്ലൊരു മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലൊരു ഉയർച്ചയ്ക്കും സന്തോഷത്തിനും അത് കാരണമാകുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് എല്ലാ സപ്പോർട്ടോടുകൂടെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മോന്, ഞങ്ങൾ 3 പേരോടെയാണ് ഇതിന്റെ പ്രധാനമായിട്ടും. പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ് നല്ലതായിട്ട് ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ സ്നേഹത്തോടെ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ജോലി ചെയ്ത് സഹായിച്ചു തരുന്നു. പിന്നെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും എല്ലാം ഉണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട്. ദൈവം തന്നേക്കുന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പിന്നെ എല്ലാ വിശ്വരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വീട്ടിലെ ആവശ്യത്തിനായിട്ട് ആദ്യം കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി നോക്കിയതാ. അപ്പൊ എനിക്ക് നല്ല അഭിപ്രായം, നല്ല നെയ്യപ്പം എന്ന് പറഞ്ഞത് ഇത് എന്റെ ഹസ്ബൻഡ് അജിയാണ്. അജിയും അജിയുടെ അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ആദ്യം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പം എന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ കുറഞ്ഞു പോയാലും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും. എനിക്ക് ഇവിടെ നെയ്യപ്പത്തിന്റെ സ്റ്റാഫിന്റെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. 30-40 പേരുണ്ടെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഈ പ്രോഡക്റ്റിന്റെ എല്ലാ ക്വാളിറ്റിയും നോക്കാനും അതിന് വേണ്ട സെറ്റ് ചെയ്ത് കൊടുക്കാനും എല്ലാം എനിക്ക് സാധിക്കും. പക്ഷെ പുറത്തോട്ടുള്ള കാര്യങ്ങള് GSTയുടെ കണക്ക് ഇങ്ങനത്തെ എല്ലാം എനിക്ക് എല്ലാം 100% ചെയ്തു തരുന്നത് ഹസ്ബൻഡ് അജിയാണ്. അപ്പൊ അജിയുടെ സപ്പോർട്ട് നന്നായിട്ടുള്ളത് കൊണ്ട് മാത്രം എനിക്കിങ്ങനെ മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഇതിലേക്ക് ദൈവം നമ്മളെ ഒരുക്കിയ വഴികള് സഹനമുള്ളതാണെങ്കിലും അൽഫോൻസാമ്മയുടെ സഹനത്തോട് ചേർത്ത് ഞങ്ങളുടെ സഹനങ്ങളും ഞങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ കുറച്ച് പ്രോഡക്റ്റുകളെ ആഡ് ചെയ്തു. അരിപ്പൊടി, പുട്ടുപൊടി, സ്റ്റീം മെയ്ഡ് പുട്ടുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവ രണ്ടും ഏറ്റവും നല്ല രീതിയിൽ ദൈവകൃപയാൽ മുന്നോട്ട് പോകുന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും ഇപ്പൊ എനിക്ക് കുറെ വർഷങ്ങളായിട്ട് കണ്ണിന് നല്ല വേദന അനുഭവപ്പെടാറുണ്ട്. ഉള്ളിൽ നിന്ന് ഒരു ഫിലമെന്റ് പോലെ എന്തോ ഉണ്ടായി വരും ഇടയ്ക്കെല്ലാം. അപ്പൊ ഭയങ്കരമായിട്ട് വേദനയുണ്ട്. അതിനെപ്പോഴെല്ലാം ഡോക്ടറെ കാണാനൊക്കെ പോകും. എനിക്ക് ഡോക്ടറിന് വേണ്ട സപ്പോർട്ട്. പക്ഷെ മെഡിസിൻ പ്രത്യേകിച്ച് കാര്യമായിട്ടില്ല. എന്തായാലും വേദനയുണ്ട്, സ്ഥിരമായിട്ട് തന്നെ വേദനയുണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ അത് കൂടാതെ ബൈക്ക് പെയിൻ, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഈ നെയ്യപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് കുഴയ്ക്കാനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വേദന ഉണ്ടെങ്കിലും അതെല്ലാം ഉൾക്കൊണ്ട് സഹിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കും, അൽഫോൻസാമ്മയൊക്കെ ചെറിയ പ്രായത്തിൽ ഒത്തിരി സഹനങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയ ഒരാളാണല്ലോ. അതുപോലെ എനിക്ക് എൻ്റെ മോന് അസുഖമുണ്ട്, സെറിബ്രൽ പാൾസി ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും വേദനയും നന്നായിട്ടുണ്ട്. ഇതെല്ലാം ഓരോ സഹനങ്ങളിലൂടെ ഞങ്ങളെ ഈ നേർച്ചയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുക്കിക്കൊണ്ട് വരുന്നതായിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അതുകൊണ്ട് ഈ വേദനകളൊക്കെ വരുമ്പോൾ നമുക്കത് സഹിക്കാനും ഉൾക്കൊള്ളാനൊക്കെ ഒരു ശക്തി ഈ വിശുദ്ധരെല്ലാവരും നമുക്ക് തരുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മോന്, അഖിൽ എന്നാണ് പേര്. ഇവനെ വിളിക്കുന്നത് എന്നാന്ന് പറഞ്ഞേ? ഹായ് അഖിൽ. പേരെന്താ? നിന്നെ വിളിക്കുന്ന പേര്? ശരിക്കും വിളിക്കുന്ന അല്ലാതെ വിളിക്കുന്ന അപ്പു. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്നാ? അപ്പു സ്പോർട്സ്. അപ്പൊ ഇവന്റെ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് 3 പേരും കൂടെ ചേരുമ്പോഴാണ് അപ്പു സ്പോർട്സ് പൂർണ്ണമാകുന്നത്.
ആക്ച്വലി ഇവരുടെ കൂടെ എല്ലാം കൂടി നെയ്യം സ്റ്റാഫ് ഓയിൽ അവരെല്ലാം ചേച്ചിമാരെ വലിയ കൂട്ടുകാരാണ്. ഞങ്ങള് കുറെ 10-30 അമ്മമാരാണ് ഇവനുള്ളതെന്ന് ഞങ്ങള് പറയും. അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ കൂട്ടാ? നിനക്ക് ഇഷ്ടമാണ് അവരെന്ന് പറഞ്ഞേ? ഇഷ്ടമാണ്. അവരോട് വർത്താനൊക്കെ പറയൂ അല്ലേ? ആരൊക്കെ ഇവിടെ ഉള്ളേ? അമ്മാമ്മ, മോളി ചേച്ചിയുടെ കാര്യം മറന്നു പോയോ? പിന്നെ നമ്മളിവിടെ എന്നാ ഉണ്ടാക്കുന്നേ? നെയ്യപ്പം ഏത് പള്ളിയിലാട്ടാ കൊണ്ടുപോകുന്നേ? പലായില ഏതാ? അൽഫോൻസാമ്മയുടെ പള്ളിയിലല്ലേ? അതില് പോയിട്ടുണ്ടോ പള്ളിയില്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് 3 പേരും കൂടെ കൂടുന്നതാണ് അപ്പൂസ് ഫുഡ്സ് എന്നൊരു സ്ഥാപനം തുടങ്ങാൻ കാരണമായത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒത്തിരി ദൈവത്തിന്റെ അനുഗ്രഹം, ഞങ്ങള് ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു വഴിയാണ് ദൈവം തുറന്ന് ഞങ്ങൾക്ക് തന്നത്. ആ വഴിയിലൂടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒത്തിരി പേരുടെ ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവും ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇനി മുന്നോട്ടുള്ള ജീവിതവും ദൈവത്തിന്റെ അനുഗ്രഹത്താല് അൽഫോൻസാമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് എന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്.